എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾസിൽ ഇനി എക്സസൈസ് 7.1 ആണ് ചെയ്യുന്നത്. അപ്പോൾ 7.1 ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ഫിഗർ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഇൻ ക്വാഡ്രിലേറ്റർ ACBDയിൽ AB bisects angle A. Show that triangle ABC congruent to triangle ABD. അപ്പോൾ ഇവിടെ ഫിഗർ വരുന്നത് ABCD. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് നോക്കാം. AC is equal to AD. പിന്നെ പറയുന്നത് AB bisects angle A. അപ്പൊ ഇത് AB bisects angle A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരുല്ലേ, ഇതിനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? CAB, മുകളിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് CAB ഈക്വൽ ടു ആംഗിൾ DAB. അപ്പൊ ആംഗിൾ CAB ഈക്വൽ ടു ആംഗിൾ DAB. ഇത് ഗിവൺ ആണ്. ഇതിന് റീസൺ ആംഗിൾ A, അതായത് AB ബൈസെക്ട്സ് ആംഗിൾ A ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? CAB ഈക്വൽ ടു ആംഗിൾ DAB. അപ്പൊ ഇവിടെ രണ്ട് സൈഡും അതിന് ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആയി. ഇനി ഇതിൽ ഈ രണ്ട് ട്രയാംഗിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ AB എന്താണ്? AB കോമൺ ആണ് രണ്ടിലും. AB ഈക്വൽ ടു AB രണ്ടിലും കോമൺ ആണ്. കോമൺ വന്നു. ഇപ്പൊ ഇവിടെ രണ്ട് സൈഡും അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. ഇപ്പൊ നമ്മൾ ഈ ഒരു ട്രയാംഗിൾ ACB നോക്കുകയാണെങ്കിൽ AC ADക്ക് ഈക്വൽ, അതുപോലെ AB രണ്ട് ട്രയാംഗിൾ കോമൺ ആണ്. ഇതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ഈക്വൽ ആയി. അപ്പൊ എങ്ങനെ പറയാം? therefore by SAS കോൺട്രുവൻസി റൂൾ പ്രകാരം ട്രയാംഗിൾ ഏതൊക്കെയാണ് ട്രയാംഗിൾ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? ട്രയാംഗിൾ ABC കോൺട്രുവന്റ് ടു, ആ ഓർഡറിൽ തന്നെ എഴുതുക, ABC കോൺട്രുവന്റ് ടു ട്രയാംഗിൾ ABD. ക്ലിയർ ആയി? അതായത് ഇതില് നമുക്ക് ഗിവൺ AC is equal to AD ഗിവൺ ആണ്. പിന്നെ എന്ത് പറയുന്നുണ്ട്? AB bisects angle A. AB bisects angle A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആംഗിൾ ഈക്വൽ ആയിരിക്കും. പിന്നെ AB കോമൺ ആണ്. അപ്പോൾ ആ രണ്ട് സൈഡ്സും അതിന് ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ടു അനദർ ട്രയാംഗിളിന്റെ രണ്ട് സൈഡ്സ് ഇൻക്ലൂഡഡ് ആംഗിളിന് ഈക്വൽ ആണ്. therefore by SAS കോൺട്രുവൻസി റൂൾ ട്രയാംഗിൾ ABC കോൺട്രുവന്റ് ടു ട്രയാംഗിൾ ABD. അതിൽ തന്നെ വേറൊന്ന് ചോദിക്കുന്നുണ്ട്, വാട്ട് ക്യാൻ യു സേ അബൌട്ട് BC ആൻഡ് BD? BC ആൻഡ് BD എന്തായിരിക്കും? BC ആൻഡ് BD ആർ ഈക്വൽ. BC is equal to BD. റീസൺ എന്താണ്? ബൈ CP/CT കറസ്പോണ്ടിങ് പാർട്സ് ആണ്. അപ്പോൾ ബൈ CP/CT BC is equal to BD. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് മനസ്സിലാക്കി പഠിച്ച ചാപ്റ്റർ എളുപ്പമാണ്, തെറ്റിപ്പോവാനൊന്നുമില്ല. നിങ്ങൾ റൂളെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്താൽ മതി. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, ABCD ഈസ് എ ക്വാഡ്രിലേറ്റർ ഇൻ വിച്ച് AD ഈക്വൽ ടു BC ആൻഡ് ആംഗിൾ DAB ഈക്വൽ ടു ആംഗിൾ CBA. പ്രൂവ് ദാറ്റ് triangle ABD congruent to triangle BAC. Second question, BD equal to AC and third അതിൽ ABD equal to BAC. അപ്പോൾ നമുക്ക് ഫിഗർ ആദ്യം വരയാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ? AD equal to BC, ആംഗിൾ DAB equal to ആംഗിൾ CBA. ഇത്രയും ഗിവൺ ആണ്. രണ്ട് ഗിവൺ എഴുതുക. പിന്നെ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രയാംഗിൾ ABCയും ABDയിലും എന്ത് കോമൺ ആയിട്ടുണ്ട്? AB ഈക്വൽ ടു AB കോമൺ ആയി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇതിൽ രണ്ട് സൈഡ് ABBC ഇതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ, അതുപോലെ ഇതിൽ നോക്കുകയാണെങ്കിൽ DAAB ഇതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ഈക്വൽ ആണ്. അപ്പൊ therefore by SAS കോൺട്രുവൻസി റൂൾ പ്രകാരം എന്തായി? ട്രയാംഗിൾ ABD കോൺട്രുവന്റ് ടു
ട്രയാങ്കിൾ എ ബി ഡി ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്ത് ട്രയാങ്കിൾ എ ബി ഡി കോൺട്രുവൻറ്റ് ടു ട്രയാങ്കിൾ ബി എ സി. ട്രയാങ്കിൾ എ ബി ഡി കോൺട്രുവൻറ്റ് ടു ട്രയാങ്കിൾ ബി എ സി ഫസ്റ്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ഡി ഈക്വൽ ടു എ സി എന്ന് പ്രൂവ് ചെയ്യണം. ബി ഡി ഈക്വൽ ടു എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സി പി സി ഡി ആണ്, കറസ്പോണ്ടിങ് പാർട്സ് ആണ്. ബി ഡി ഈക്വൽ ടു എ സി. ബി ഡി എ ബി ഡി എന്നുള്ള ട്രയാങ്കിൾ എ സി എന്ന് പറയുന്നത് ബി എ സിയിൽ. അപ്പോൾ അത് സി പി സി ഡി എന്ന് എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ അതിൽ തേർഡ് ക്വസ്റ്റ്യൻ ആംഗിൾ ബി എ ഡി, ആംഗിൾ എ ബി ഡി, ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ ബി എ സി, അതും സി പി സി ഡി തന്നെ. ഇതിൽ കറസ്പോണ്ടിങ് പാർട്സ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇപ്പോൾ എസ് എ എസ് കോൺട്രുവൻസി റൂൾ വെച്ചിട്ടാണ് നമ്മൾ രണ്ട് ക്വസ്റ്റ്യനും ചെയ്തത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഫിഗർ എ ഡി ആൻഡ് ബി സി ആർ ഈക്വൽ പെർപെൻഡിക്കുലേഴ്സ് ടു എ ലൈൻ സെഗ്മെന്റ് എ ബി. ഒരു ലൈൻ സെഗ്മെന്റ് എ ബി, അതിൽ ബി സിയും ഡി എ രണ്ട് പെർപെൻഡിക്കുലേഴ്സ് ഈക്വൽ പെർപെൻഡിക്കുലേഴ്സ് എന്ന് പറഞ്ഞു. ഈക്വൽ പെർപെൻഡിക്കുലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി ഇസ് ഈക്വൽ ടു എ ഡി, ഈക്വൽ പെർപെൻഡിക്കുലേഴ്സ്. പിന്നെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പെർപെൻഡിക്കുലർ ടു എ ലൈൻ സെഗ്മെന്റ് ഷോ ദാറ്റ് സി ഡി ബൈസെക്ട്സ് എ ബി. സി ഡി എ ബിനെ ഇതാണ് സി ഡി. അപ്പോൾ സി ഡി ബൈസെക്ട്സ് എ ബി. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സി ഡി ബൈസെക്ട്സ് എ ബി ആവുമ്പോൾ എ ബിനെ ബൈസെക്ട് ചെയ്യുമ്പോൾ എന്താവും? എ ഒ ഈക്വൽ ടു ബി ഒ. എ ഒ ഈക്വൽ ടു ബി ഒ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ് എ ഒ ഈക്വൽ ടു ബി ഒ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ? ഡി എ ഈക്വൽ ടു ബി സി ഗിവണാണ്. അതുപോലെ ഇതിൽ ഈ ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ സി ബി ഒ ഈക്വൽ ടു ആംഗിൾ ഡി എ ഒ, രണ്ടും 90 ഡിഗ്രി. ഇനി നമ്മൾ ഈ രണ്ട് ആംഗിൾ എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ഡി ഒ എ ഈക്വൽ ടു ആംഗിൾ ബി ഒ സി, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇതിൽ രണ്ട് ആംഗിളും ഒരു സൈഡും, അതായത് അടുത്തടുത്തുള്ള രണ്ട് ആംഗിളും ഈ സൈഡുമാണ് ഈക്വൽ. ഇതിൽ നമുക്ക് എ എസ് റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ഒ ഈക്വൽ ടു ബി ഒ ബൈ സി പി സി ഡി. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴാണ് എന്ത് വരുന്നത്? സി ഡി ബൈസെക്ട്സ് എ ബിനെ ബൈസെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ പറയാം? എ എസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 pairs ഓഫ് ആംഗിൾസ് ആൻഡ് 1 സൈഡ്. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് അടുത്തടുത്തുള്ള ആംഗിളും അതിൻ്റെ സൈഡും, വേറൊരു ട്രയാങ്കിളിൻ്റെ അടുത്തടുത്തുള്ള ആംഗിൾ, ഈ രണ്ട് ആംഗിളും അടുത്തടുത്ത് അതിൻ്റെ സൈഡ്. അങ്ങനെ വരുമ്പോഴാണ് അത് എ എസ് റൂൾ. എ എസ് റൂൾ പ്രകാരം ഇവിടെ ട്രയാങ്കിൾ എ ഒ ഡി കോൺട്രുവൻ്റ് ടു ട്രയാങ്കിൾ ബി ഒ സി ആവും. ട്രയാങ്കിൾ എ ഒ ഡി കോൺട്രുവൻ്റ് ടു ട്രയാങ്കിൾ ബി ഒ സി. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? എ ഒ ഈക്വൽ ടു ബി ഒ സി പി സി ഡി. Therefore സി ഡി ബൈസെക്ട്സ് എ ബി. സി ഡി ബൈസെക്ട്സ് ലൈൻ എ ബി. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. രണ്ട് എ എസ് റൂള്. Fourth question, line L and M are two parallel lines intersected by another pair of parallel lines P and Q. Show that triangle ABC congruent to triangle CDA. ABC congruent to CDA എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ പി ക്യു രണ്ട് പാരലൽ ലൈനാണ് വന്നിട്ടുണ്ട്. അതുപോലെ എൽ എം എന്നുള്ളത് രണ്ട് പാരലൽ ലൈൻ. രണ്ട് പാരലൽ ലൈൻ ആണെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. നമ്മൾ ആദ്യം പിയും ക്യൂ എടുക്കുകയാണെങ്കിൽ പിയും ക്യൂ എടുക്കുമ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് നോക്കുമ്പോൾ ഇതിങ്ങനെ സെറ്റ് പോലെ നോക്കിയാൽ മതി. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് പറയാം? ആംഗിൾ ബി എ സി, ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ ഡി സി എ, ആംഗിൾ ഡി സി എ. പി പാരലൽ ടു ക്യൂ ആയതുകൊണ്ട് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ എന്ന് എഴുതുക.
ആർ ഈക്വൽ. അടുത്തത് നമുക്ക് എന്ത് പറയാം, എല്ലും എമ്മും പാരല. എല്ലും എമ്മും പാരല ആവുമ്പോൾ നമുക്ക് എങ്ങനെ വരും, ഇത് എല് ഇത് എം. അപ്പൊ ഇതിന്റെ ആംഗിൾസ് ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ ഇവിടെ ഡി എ സി ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ ബി സി എ, ആംഗിൾ ബി സി എ. ഇതും റീസൺ എൽ പാരലൽ ടു എം, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. പിന്നെ ഇത് രണ്ട് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ എ സി ഈക്വൽ ടു എ സി കോമൺ ആണ്. എ സി ഈക്വൽ ടു എ സി കോമൺ ആയതുകൊണ്ട് ഇപ്പൊ ഇവിടെ രണ്ട് ആംഗിളും അതിന്റെ ഇൻക്ലൂഡഡ് സൈഡും, രണ്ട് ആംഗിളും അതിന്റെ ഇൻക്ലൂഡഡ് സൈഡും ആണ് ഈക്വൽ ആയിട്ടുള്ളത്. ദർഫോർ ബൈ ASA കോൺഗ്രുവൻസി റൂൾ പ്രകാരം എന്തായി, നമുക്ക് ട്രയാങ്കിൾ ABC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ CDA. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ അത്രയേ ഉള്ളൂ. രണ്ട് ലൈനും പാരലൽ ആവുമ്പോൾ നമ്മൾ എന്ത് വരുന്നത്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയി. രണ്ട് ലൈനാണ്, എല്ലും എമ്മും പാരലാണ്, പിയും ക്യൂവും പാരലാണ്. അപ്പോൾ അതിൽ നിന്ന് രണ്ടിൽ നിന്ന് നമുക്ക് രണ്ട് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. പിന്നെ AC കോമൺ ആണ്. അപ്പോൾ അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡ് രണ്ടിലും ഈക്വൽ ആയതുകൊണ്ട് എന്തായി, രണ്ട് ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആയി. ലൈൻ L is the bisector of an angle A and B is any point on L. BP and BQ are perpendiculars from B to the arms of angle A. Show that triangle APB congruent to triangle AQB. എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. APB കോൺട്രുവന്റ് ടു AQB എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് L ഇത് ബൈസെക്ടർ ആണ്. ബൈസെക്ടർ ആകുമ്പോൾ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് അതെങ്ങനെ പറയാം, BAQ ആംഗിൾ BAQ. L ബൈസെക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. എനെ ഹാഫ് ആക്കുമ്പോൾ ഈ ആംഗിളും ഈക്വൽ. അപ്പൊ എ നടുവിലാക്കി പറഞ്ഞാൽ ആംഗിൾ BAQ ഈക്വൽ ടു ആംഗിൾ BAP. ആംഗിൾ BAQ ഈക്വൽ ടു ആംഗിൾ BAP. Reason, bisector. L is the bisector of angle A. Angle A നെ L ബൈസെക്ട് ചെയ്യും. അതുകൊണ്ട് ആംഗിൾ BAQ ഈക്വൽ ടു ആംഗിൾ BA. പിന്നെ പറയുന്നത് ഇത് രണ്ട് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്തായിരിക്കും, ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ BPA ഈക്വൽ ടു ആംഗിൾ BQA. ആംഗിൾ BQA രണ്ടും 90 ഡിഗ്രി പെർപെൻഡിക്കുലറിന് ഗിവൺ ആണ് നമുക്ക്. അതുകൊണ്ട് ഇത് 90 ഡിഗ്രി. പിന്നെ ഇത് രണ്ട് ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, AB ഈക്വൽ ടു AB കോമൺ ആണ്. AB ഈക്വൽ ടു AB കോമൺ. പിന്നെ ഈ ആംഗിളും ഈക്വൽ. ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡ്സിലായിട്ടല്ല വരുന്നത്, ഇൻക്ലൂഡഡ് ആയിട്ട് വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ASA എന്ന് പറയുള്ളൂ. ഇവിടെ രണ്ട് ആംഗിളും ഒരു സൈഡും. അപ്പൊ ഈ ആംഗിളും ഈ സൈഡുമാണുള്ളത്. അപ്പൊ therefore by AAS കോൺട്രുവൻസി റൂൾ പ്രകാരം എന്തായി, രണ്ട് ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആയി. AS കോൺട്രുവൻസി റൂൾ ട്രയാങ്കിൾ APB കോൺട്രുവൻ്റ് ടു ട്രയാങ്കിൾ AQB. അപ്പൊ ആദ്യത്തേത് നമ്മൾ പ്രൂവ് ചെയ്ത്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് BP ഈക്വൽ ടു BQ. അത് കറസ്പോണ്ടിങ് പാർട്സ് ആണ്. ഈ രണ്ട് ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ആയതുകൊണ്ട് അതെന്തായി, BP ഈക്വൽ ടു BQ ബൈ CPCT. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BP ഈക്വൽ ടു BQ ബൈ CPCT. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.